ഹലോ ഗേയ്സ്, ഹലോ കൂട്ടുകാരെ. നമ്മളിന്ന് നല്ല കേരച്ചൂര അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. മീനൊക്കെ പീസിട്ട് അരപ്പ് പുരട്ടി വെച്ച് വറുത്ത് കോരി വെച്ചതാണിത്. ഇത് കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, അതുകൊണ്ട് വറുത്ത് കാണിക്കുകയാണ്. നല്ല പോലെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. മുളക് പൊടി എല്ലാം. അടുത്തത് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കുരുമുളക്, പച്ചമുളക്, കടുക്, ഇത് രണ്ടും കൂടെ ചതച്ച് വെച്ചതാണ്. നല്ല രീതിയിൽ ചതച്ച് വെച്ചാൽ മതി. കരിയാപ്പില, നമ്മൾ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത് മൂന്നും കൂടാണ്. ചട്ടിയിൽ എണ്ണ ഒഴിക്കുകയാണ്. ചട്ടി ചൂടാവട്ടെ. കടുക് പൊട്ടട്ടെ. നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എടുത്ത് വെച്ചിരുന്നത് വിനാഗിരി ഒഴിച്ചാണ് ഇളക്കുന്നത്. അത് നമ്മൾ വിനാഗിരിയിൽ തന്നെ കുഴയ്ക്കണം, എന്നാലേ നമുക്ക് വെച്ചിരുന്നത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കൂടുതൽ ടേസ്റ്റും കിട്ടും. അത് നമുക്ക് വെളിയിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും നമുക്കത് കൊടുക്കാം, അയക്കാം. അത് കുറേ നാൾ വെച്ചിരുന്ന് എടുക്കാം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വിനാഗിരിക്കകത്ത് തന്നെ നമ്മൾ ഈ മുളക് പൊടി നല്ല രീതിയിൽ കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടി വെച്ച് കടുക് പൊട്ടിയിട്ടുണ്ട്. കരിയാപ്പില ഇടുകയാണ്. കരിയാപ്പില നമുക്ക് ആവശ്യത്തിന് ഇടാം. കരിയാപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അതും ഇട്ട് എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഇച്ചിരി നല്ല രീതിയിൽ മൂക്കട്ടെ. നല്ലപോലെ മൂത്ത് വരുന്ന അനുസരിച്ച് നമുക്കതിന് ടേസ്റ്റും കിട്ടും. പച്ചമുളക് ചതച്ചതിട്ട് അതും കൂടെ ഇട്ട് അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കിയാണ്. നല്ല ചുമന്ന് വരുന്ന രീതിയിൽ നമ്മളത് വറക്കണം, മൂപ്പിക്കണം. അത് എത്രത്തോളം മൂക്കുന്നോ അത്രത്തോളം നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റായിരിക്കും. എണ്ണ ഇച്ചിരി കുറവായിരുന്നു, അത് ഇച്ചിരി കൂടെ എണ്ണ ആവശ്യത്തിന്, നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. അപ്പം ഞാൻ ഇതിൽ ഇച്ചിരി കൂടെ വേണ്ടതുകൊണ്ട്, അരപ്പ് മൂക്കേണ്ടതുകൊണ്ട് അത് ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ മൂക്കട്ടെ. അരപ്പിടിയാണ്. അരപ്പിട്ട് കുഴച്ച് വെച്ച അരപ്പ് കണ്ടല്ലോ, അതാണ് ഇട്ട് മൂപ്പിക്കുന്നത്. അത് നല്ല രീതിയിൽ മൂപ്പിച്ച് നല്ല ബ്രൗൺ കളറിലാക്കി എടുക്കുക. നല്ല പോലെ മിക്സായി വരണം. നല്ല രീതിയിൽ മൂത്താൽ നമുക്ക് നല്ല ടേസ്റ്റും കിട്ടും. അതേ രീതിയിൽ ചെയ്യണം. അരപ്പ് മൂത്ത് വരുന്നുണ്ട്. ഇപ്പം കണ്ടോ, നല്ല ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണക്ക് മൂപ്പിച്ച് വേണം എടുക്കാൻ. മീൻ തട്ടിയിട്ട് വറുത്ത് കോരി വെച്ചിരുന്ന മീനാണ്, അത് നമ്മൾ തട്ടിയിട്ടിട്ടുണ്ട്. അത് ഇത് എല്ലാം ആയിട്ട് നല്ല രീതിയിൽ മിക്സായിട്ട് വരണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ആ മീനുമായിട്ട് നല്ല പോലെ ഇതാവണം. അത് അതേ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. വെളിയിരിക്കുന്ന മക്കൾക്കൊക്കെ നമുക്ക് കൊടുത്തുവിടാവുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും വെച്ചിരുന്നത് ഉപയോഗിക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുകയാണ്. ഉപ്പും കൂടെ ഇട്ട് ഇളക്കിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുകയാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാം. ചീത്തയാവുന്ന സാധനമല്ല. വെളിയിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ആവശ്യമുള്ളവർ ഇവിടെ ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ എവിടെയാണെങ്കിലും അത് അയച്ചു തരുന്നതായിരിക്കും. നല്ല രീതിയിൽ ചെയ്തു തരുന്നതായിരിക്കും. ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാം. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇടിയാണ്. അതും കൂടെ ഇടുമ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റും മണവും എല്ലാം അതിൽ നിൽക്കും. അതിന് വേണ്ടിയാണ് അതും കൂടെ ചേർക്കുന്നത്.